പക്ഷേ സീറ്റ് കിട്ടാതെ പിണങ്ങിത്തിരിച്ച കെ സുധാകരൻ അനുനയ ചർച്ചകൾക്കായി ഡൽഹിയിലേക്കില്ല. സുധാകരനെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചിട്ടില്ല എന്നാണ് വിവരം. രാഹുലോ മറ്റ് AICC നേതാക്കളോ സുധാകരനെ ബന്ധപ്പെട്ടിട്ടില്ല. അനുനയ ചർച്ച കേരളത്തിലെ നേതാക്കൾ നടത്തും. ഇതോടെ കെ സുധാകരൻ ഡൽഹി യാത്ര മാറ്റിവെക്കാനാണ് സാധ്യത. ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ശരത്ത്, ഇതിപ്പോൾ സുധാകരനെതിരായിട്ടുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണല്ലോ നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധി വിളിക്കാനേ തയ്യാറായിട്ടില്ല എന്ന് വെച്ചാൽ സീറ്റില്ല എന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ ഇനി ദേശീയ നേതൃത്വം എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് അദ്ദേഹത്തെ അനുനയിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കൂടെ അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും മറ്റുമൊക്കെ സുധാകരൻ പോയാൽ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ അറിയുന്ന കാര്യം എന്താണ്? സനീഷെ, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു നിലപാടും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇടപെടലും എടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ അതായിരുന്നല്ല സ്ഥിതി. കാരണം അനുനയിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജ്ജുന ഖാർഗെയും ഒക്കെ സുധാകരനുമായി ബന്ധപ്പെടുന്നു എന്നുള്ള വാർത്തകളായിരുന്നു കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്. ഇത്തരമൊരു വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. യാതൊരുവിധ ചർച്ചയും കോൺഗ്രസ് നേതാക്കൾ, അതായത് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ സുധാകരനുമായി നടത്തിയില്ല. സുധാകരനെ സംസാരിച്ചിരിക്കുന്നത് ഒരേ ഒരു വ്യക്തി മാത്രമാണ്, അത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത് എന്നാണ് സണ്ണി ജോസഫും ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മെനഞ്ഞാന്ന് ഉച്ചക്ക് 1 മണിക്ക് കണ്ട ശേഷം സുധാകരനുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് സണ്ണി ജോസഫും പറയുന്നു. അങ്ങനെയാണെങ്കിൽ സുധാകരനെ പാടെ അവഗണിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസ് KPCC നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും. സുധാകരൻ എത്രത്തോളം പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. സനീഷെ, അത് തന്നെയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നതും. ഏതായാലും സുധാകരനെ സംബന്ധിച്ചോളം ഡൽഹിയിലേക്ക് വരുന്നില്ല, അല്ലെ ഡൽഹിയിൽ നേരിട്ടൊരു ക്ഷണം കിട്ടാതെ രാഹുൽ ഗാന്ധിയോ അല്ലെ മല്ലികാർജ്ജുന ഖാർഗെയോ അല്ലെ ദീപദാസ് മുൻഷിയോ വിളിക്കാതെ താൻ ഡൽഹിയിലേക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് സുധാകരൻ ഉറപ്പിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഒരുപിടി അഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആകട്ടെ സുധാകരൻ എത്ര വേണമെങ്കിലും അല്ലെങ്കിൽ സുധാകരനുമായി വിളിക്കാനോ അല്ലെങ്കിൽ സുധാകരനുമായി ചർച്ച ചെയ്യാനോ ഹൈക്കമാൻഡ് തയ്യാറല്ല. പ്രശ്നം തീർക്കേണ്ടത് കേരളത്തിൻ്റെ KPCCയുടെ ചുമതലയാണ്, കേരള നേതാക്കളുടെ ചുമതലയാണ്. അവർ ചെയ്യട്ടെ, ആ ചർച്ച നടത്തട്ടെ എന്ന രീതിയിലാണ് കാര്യങ്ങൾ സനീഷ് നിൽക്കുന്നത്. കാരണം വളരെ വലിയ ഒരു പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ വളരെ വലിയ സമ്മർദ്ദവും കാര്യങ്ങളും ഒക്കെ സുധാകരൻ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒടുവിൽ കണ്ണുരുട്ടിയാണ് സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ആ രീതിയിലേക്ക് സുധാകരൻ്റെ ഈ പ്രതിഷേധം അതേ രീതിയിൽ വീണ്ടും അവഗണിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള കോൺഗ്രസ് വൃത്തങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി ഡൽഹിയിലില്ല. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ആസാമിലാണ്. ആസാമിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി അവർ ആസാമിലേക്ക് പോയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണ്ണ രൂപത്തിൽ സുധാകരനെ അവഗണിക്കുക. ഇതുകൊണ്ട് തന്നെയാണ് സുധാകരൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് വിളിക്കാതെ ഡൽഹിയിൽ അല്ലെ പാർലമെന്റ് സമ്മേളനത്തിന് വരില്ല എന്നൊരു വാശിയിലാണ് സുധാകരനും. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ എന്തായിരിക്കും എന്ന തിങ്കളാഴ്ച ഇവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. എന്തായിരിക്കും അവരുടെ നിലപാടുകൾ, എന്തായിരിക്കും തിങ്കളാഴ്ച തന്നെ കണ്ണൂരടക്കമുള്ള സീറ്റുകളിൽ തീരുമാനമെടുക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സുധാകരനാണ് ഇനി എടുക്കേണ്ടത് എന്ന രീതിയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഒരു നിലപാടും അല്ലെ അത്തരമൊരു നീക്കമാണ് ഇവിടെ കാണുന്നത്. അതാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. തിരിച്ചു വരാം ശരത്ലാൽ താങ്കളിലേക്ക്. ഇനി തീരുമാനമെടുക്കേണ്ടത് സുധാകരനാണ്. തങ്ങളുടെ ഭാഗം കഴിഞ്ഞു. MP-മാർക്ക് ആർക്കും സീറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ ഇനി അക്കാര്യത്തിൽ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുധാകരൻ ചെയ്തുകൊള്ളട്ടെ. ഏതായാലും അനുനയത്തിനായിട്ട് ദേശീയ നേതൃത്വം അങ്ങോട്ടേക്ക് വിളിപ്പിക്കുക പോലുള്ള കാര്യങ്ങളിലേക്കൊന്നുമില്ല. അത്തരം കാര്യങ്ങൾ കേരളത്തിൽ തന്നെ നടക്കട്ടെ എന്നൊരു നിലപാടാണ് എന്തായാലും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്.